ജീവിതത്തിൽ വിജയം നേടാനും സമൂഹത്തിൽ അംഗീകാരം നേടാനും ഒക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് ആളുകൾക്കറിയാം. എന്നാൽ എന്തൊക്കെ ചെയ്തുകൂടാ എന്ന് പലർക്കും അറിയത്തില്ല. ചെയ്യണമെന്ന് അറിയുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്. നാം പലരും ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. അത് ദൂരവ്യാപകമായി നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിത വിജയത്തെയും ബാധിക്കുന്ന കാര്യമാണ്. അത് ലോങ് ടേമിലായിരിക്കും ചിലപ്പം ബാധിക്കുന്നത്, ചിലപ്പോൾ ഷോർട്ട് ടേമിൽ തന്നെ ബാധിക്കും. ഈ 5 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഈ 5 കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നാം ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മതപരവും രാഷ്ട്രീയവുമായ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത്. ചിലരുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയമാണ് വലുത്, എൻ്റെ മതമാണ് നല്ല മതം, ബാക്കിയുള്ളതെല്ലാം മോശമാണ്. ഓരോ വ്യക്തിക്കും അവൻ്റെ മതവും അവൻ്റെ വിശ്വാസങ്ങളും അവൻ്റെ ചുറ്റുപാടുകളും ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മതം, നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതി ഇതൊക്കെ ഉത്തമമാണെന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവനും അവന് വിശ്വസിക്കാനുള്ള അധികാരമുണ്ട്. അവൻ്റെ വിശ്വാസവും അവൻ്റെ രാഷ്ട്രീയവും അവൻ്റെ മതവും നാം ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറരുത്. അതാണ് നാം ആദ്യമായി ചെയ്യേണ്ടത്. അതായത് രാഷ്ട്രീയവും മതപരവുമായ വിശ്വാസങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത്. കഴിയുമെങ്കിൽ അക്കാര്യങ്ങൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ വിശ്വാസം നമുക്ക്, നിനക്ക് നിൻ്റെ വിശ്വാസം. അതാണ് നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ലക്ഷണം. രണ്ടാമത്തെ കാര്യം, നമ്മളോട് താല്പര്യമില്ലാത്തവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കരുത്. അതിനുവേണ്ടി സമയവും ഊർജവും ഒന്നും കളയരുത്. നമ്മളെ ഒരിക്കലും ഇഷ്ടമല്ല. നാം എന്തൊക്കെ പറഞ്ഞാലും അതല്ല അവർക്ക് വിശ്വസിക്കാൻ ആഗ്രഹം. നാം പറയുന്നത് അവർ വിശ്വസിക്കില്ല. നമ്മളോട് താല്പര്യമില്ല, നമ്മളോട് ബഹുമാനമില്ല. ഇങ്ങനെയുള്ള ആളുകളെ നാം ഇംപ്രസ് ചെയ്യാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് ചിലപ്പോൾ ലവറായിരിക്കാം, ഇല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, ഇല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ ഉള്ളവരായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കൾ പോലും ആയിരിക്കാം. പക്ഷേ അത്തരം ആളുകളെ നാം പഠിക്കണം. നാം ഒരു കാര്യം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവരാണോ? നാം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും മനസ്സിലാക്കാനും തയ്യാറുള്ളവരാണോ? നാം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും മനസ്സിലാക്കാനും താല്പര്യമില്ലാത്തവരുടെ അടുത്ത് നാം വെറുതെ വാദിച്ച് നമ്മളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഊർജവും സമയവും കളയരുത്. കാരണം അവർ വിശ്വസിക്കുന്നത് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമല്ല, അവർക്ക് ഏതാണ് ഇഷ്ടം, നിങ്ങളെക്കുറിച്ച് എന്താണ് വിശ്വസിക്കുന്നതാണ് അവർക്കിഷ്ടം. അല്ലാതെ അവർ സത്യം വിശ്വസിക്കാനല്ല അവരിയ്ക്കുന്നത്. എന്ത് വിശ്വസിക്കുന്നതാണ് അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത്, നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിച്ചാലാണ് അവർക്ക് സന്തോഷം വരുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമേ അവർ വിശ്വസിക്കൂ. അത്തരം ആളുകളെ ഇംപ്രസ് ചെയ്യാൻ സമയം കളയരുത്. മൂന്നാമത്തെ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നാം ഒഴിവാക്കേണ്ടത്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും. നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് മാറും. നാം എന്ത് ചിന്തിക്കുന്നു എന്നതാണ് പ്രശ്നം. നാം ആലോചിച്ച് തീരുമാനമെടുക്കുക. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നാം ആലോചിക്കണം. പല പ്രാവശ്യം ആലോചിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതി പിന്മാറരുത്. അത് നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. അടുത്ത കാര്യമെന്ന് പറയുന്നത്, ഈ ആളുകൾ രസിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കൊതിയും ഞുണയും അസൂയയും കുശുമ്പും ഒക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കും. ഇല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യത്തിൽ ചിലപ്പോൾ കളിയാക്കും, അവൻ്റെ അസാന്നിധ്യത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ പരദൂഷണം പറയും. ഇത് കേട്ടുകൊണ്ടിരിക്കാൻ വിക്ടിമിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും രസമായിരിക്കും. നാം വിക്ടിം ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. ഈ വിക്ടിമിന്
അതിൽ വളരെ ബുദ്ധിമുട്ടാണ്. അവൻ മനസ്സുകൊണ്ട് ശപിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സദസ്സിൽ നിന്നും കഴിയുന്നത്ര ഒഴിവായി അങ്ങ് പോയിക്കോണം. ഒരാളുടെ അഭാവത്തിലോ ഇല്ലെങ്കിൽ അയാളുടെ പ്രസൻസിൽ ആണെങ്കിൽ പോലും കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് രസിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കരുത്. അവിടെ ഇരുന്ന് രസിക്കാൻ വേണ്ടി സമയവും ഊർജവും കളയരുത്. അടുത്ത കാര്യം, നമുക്ക് നെഗറ്റീവായിട്ട് തോന്നിയാൽ, ചില ആളുകളുമായിട്ട് സഹകരിക്കുമ്പോൾ, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകും. ആ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്ന സ്ഥലവും വ്യക്തികളെയും ഒഴിവാക്കണം. നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി ലഭിക്കുന്ന വ്യക്തികളും സ്ഥലവും സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് വേണം ബന്ധപ്പെടാൻ.